ബഹുമാനായിട്ടുള്ള ശ്രീ PTA റഹീം, അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കും. ബഹുമാനപ്പെട്ട മഞ്ഞളാംകുഴി അലിയുടെ പ്രസംഗം കേട്ടപ്പം മുസ്ലിം ലീഗിൻ്റെ ശൈലിയിലും ഭാവത്തിലുമൊക്കെ വരാൻ പോകുന്ന മാറ്റത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ്, ഈ ആദ്യമായി ഈ സർക്കാരിന് ആഭ്യന്തര വകുപ്പിനെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെയും പഞ്ചായത്ത് വകുപ്പിനെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും വേണ്ടിയുള്ള പുതിയ ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുണ്ട്. അതിന് വലിയൊരു നിരോധനമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ചരിത്രം നമുക്കറിയാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ആരാധനാലയങ്ങൾ നിർമ്മിക്കാനോ പുനർനിർമ്മിക്കാനോ പാടുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട EMS മന്ത്രിസഭയാണ് ആ നിരോധനം നീക്കിയത്. വീണ്ടും അത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അത് കൊണ്ടുവന്നു വളഞ്ഞ വഴിയിലൂടെ. പക്ഷേ പിണറായി സർക്കാർ വന്നപ്പോൾ അത് വീണ്ടും എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ചില ആളുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു സർക്കാരിൻ്റെ തീരുമാനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് സർക്കാർ പറഞ്ഞതാണ് ശരി എന്നുള്ള തീരുമാനത്തിലെത്തി. അതനുസരിച്ച് കേരള ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഈ മഞ്ഞളാംകുഴി പറഞ്ഞതുപോലെയാണോ ഈ ഒരു കാര്യം എന്നുള്ളത് ഒന്ന് സ്വയം ആലോചിച്ചാൽ മതി. നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട EMSൻ്റെ പേരിൽ പള്ളി പോലും ഉണ്ട് ആ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഈ പ്രാവശ്യമാണ് സാർ ഏറ്റവും കൂടുതൽ ഹാജിമാർ മക്കയിൽ മരണപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള. കാരണം 53 ഡിഗ്രി ചൂട് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എങ്കിലും കഴിഞ്ഞ വർഷം 300 ആൾക്കൊരു വളണ്ടിയർ ആയിരുന്നു, പ്രാവശ്യം 200 ആൾക്കൊരു വളണ്ടിയർ എന്നുള്ള നിലക്ക് അയച്ചു. ഏറ്റവും നന്നായി ത്യാഗം ചെയ്ത് ആ വളണ്ടിയർമാരൊക്കെ നല്ല സേവനം അർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗുകാർക്കുള്ള വലിയൊരു പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ ആ ഹജ്ജ് ഹൗസ് കാണുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര പാടാണ്. അത് BS അച്യുതാനന്ദൻ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അവരിതുവരെ വിചാരിച്ചിട്ടുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്വകാര്യ കോളേജിൽ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ ഹജ്ജ് ഹൗസിന് ആകപ്പാടെ ഒരു മാസം ഒഴി മതിയല്ലോ, അത് കഴിച്ച് ബാക്കി അവർക്ക് ഉപയോഗിക്കുകയാണ് നൽകുക. ബഹുമാനപ്പെട്ട പാലോളി വന്നപ്പം സ്വന്തം സ്ഥലം എടുത്ത് അവിടെ നല്ലൊരു കെട്ടിടം, മനോഹരമായ കെട്ടിടം. അതിൻ്റെ അപ്പുറം ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കി. ഇപ്പോൾ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഹജ്ജിന് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം വനിതകൾ ഹജ്ജ് തീർത്ഥാടനത്തിന് പോയിട്ടുള്ള സംസ്ഥാനവും കേരളമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഈ 3 ഇടങ്ങളിലും വരാനും പോകാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുകയും വളരെ സുസജ്ജമായ രീതിയിൽ അതൊക്കെ നടപ്പാക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഹജ്ജ് ഹൗസ് കാണുമ്പം തന്നെ ഇവർക്ക് ഭയങ്കര വെപ്രാളമാണ്, അവിടെ കടക്കാൻ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് കോഴിക്കോട് ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് വേണ്ട എന്നുള്ള ഒരു രീതിയിലൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സർ, വഖഫ് ബോർഡ് ബഹുമാന മന്ത്രിയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിലൊക്കെ പ്രത്യേകമായ സമിതി ഉണ്ടാക്കി വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാനുള്ള ശക്തമായ ശ്രമം നടക്കുകയും അത് വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, മഞ്ഞളാംകുഴി നേരത്തെ പറഞ്ഞു, എന്തായിരുന്നു യത്തീംഖാനയിൽ കുട്ടികളെ ചേർക്കം കൊണ്ടുവന്നപ്പം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്നത്? അവരെ, ആ കുട്ടികളെ തീവ്രവാദികൾ എന്നുള്ള രീതിയിൽ അവരെ പിടിച്ചു കൊണ്ടുപോയി മുക്കം മുസ്ലിം ഓർഫനേജിനെ വരെ അവർക്കെതിരായിട്ട് കേസെടുത്തു. യത്തീംഖാനയിലെ കുട്ടികളെ ചേർത്തിയതിൻ്റെ പേരിൽ അവർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ഇപ്പോൾ അവരുടെ കേസൊക്കെ സെറ്റിൽ ചെയ്ത് വന്നിരിക്കുന്നത്. ആ രീതിയിലുള്ള മനോഭാവമായിരുന്നു നിങ്ങളുടെ കാലത്തുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദുരാരോപണങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ ചോദിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പെട്രോളും ഡീസലും സെസ് പിരിച്ചിട്ട് എന്താ കൊടുക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഒരു വർഷം സെസ്സിൽ നിന്ന് കിട്ടുന്നത്? 2023-2024 സെസ്സിൽ നിന്നും ആകെ കിട്ടിയ 1064.63 കോടി ഉറുപ്പികയാണ്. ഒരു മാസം നമ്മളെ പെൻഷൻ കൊടുക്കാൻ വേണ്ടത് 900 കോടി ഉറുപ്പികയാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഇന്നലെ ആരോ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നു ഇത്രയും പൈസ സെസ് പിരിച്ചിട്ട് എന്താ കൊടുക്കാത്തത് എന്നുള്ളതാണ്. പിന്നെ അവിടെ പറഞ്ഞു പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളെ സംബന്ധിച്ച് പറഞ്ഞു. സാർ, ഗുരുതരമല്ലാത്ത എല്ലാ കേസുകളും പിൻവലിക്കാൻ വേണ്ടി കൃത്യമായ ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട്.
അതനുസരിച്ച് 835 കേസാണ് ഉണ്ടായിരുന്നത്. അതിൽ 724 കേസും പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഗുരുതരമായ കേസുകൾ എന്ന് പറയുന്നത് അന്യൻ്റെ സ്വത്തിൽ കയറിയതോ സ്വത്ത് നാശം വരുത്തിയതോ ആയ കേസുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ കേസുകളും പിൻവലിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും അത് പറഞ്ഞത് കൃത്യമായിട്ട് കണക്ക് തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. എന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പിന്നെ പറയുന്നത് ഈ ഗവൺമെൻറ് നടക്കുന്നത് മദ്യത്തിൻ്റെ വരുമാനം കൊണ്ടാണ്. ഞാനത് കണക്കൂട്ടിക്കും. 2016 കള്ളുഷാപ്പ് ഒഴികെയുള്ള മദ്യഷാപ്പുകളുടെ എണ്ണം കേരളത്തിൽ 841. 2024-25 വർഷത്തേക്ക് 8 പുതുക്കിയിട്ടില്ല, റദ്ദ് ചെയ്തത് 2. ഇപ്പോൾ 802 മദ്യശാലകൾ മാത്രമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. എന്നിട്ടാണ് അന്നത്തതിൻ്റെ അത്ര ഇപ്പല്ല, കുറവാണുള്ളത്. ഈ ഒരു രീതിയിലുള്ള കണക്കുകളൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വാർക്കുകളും ബഹുമാനപ്പെട്ട മന്ത്രിയായതിനു ശേഷം വളരെ ശക്തമായ രീതിയിൽ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം അദ്ദേഹം അത് ആ കാര്യത്തിൽ നല്ല പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ശശി സൂചിപ്പിച്ചതുപോലെ ഭൂരഹിതരില്ലാത്ത നവകേരളം എന്ന സർക്കാരിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ഭൂരഹിതരായ പട്ടികവർഗക്കാർ ഇല്ലാത്ത ആദ്യ ജില്ലയായി തിരുവനന്തപുരം മാറി എന്നുള്ളതാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളിൽ നിന്നും ലഭ്യമാകുന്ന ഭൂമിക്ക് ഗുണഭോക്താക്കൾ നൽകേണ്ടിയിരുന്ന രജിസ്ട്രേഷൻ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കി. ഭൂരഹിത പുനരധിവാസ പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി 55 വയസ്സിൽ നിന്ന് 70 ആക്കി. വരുമാന പരിധി 1 ലക്ഷം രൂപയാക്കി. ഭവന നിർമ്മാണം, ചികിത്സ, പെൺകുട്ടികളുടെ വിവാഹം, വിദ്യാഭ്യാസം എന്നീ ആവശ്യങ്ങൾക്കായി വകുപ്പുകളിൽ നിന്ന് ലഭിച്ച ഭൂമി പണയപ്പെടുത്തുന്നതിനും അനുമതി നൽകി. ഇത് വലിയ സമാശ്വാസപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. നേരത്തെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വീടുകൾക്ക് പുതുമൂടി പിടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് ഈ ഒരു കാര്യം പറയാനുള്ളത് സാർ, ഈ അംബേദ്കർ ഗ്രാമം പദ്ധതി അത് നിർവഹണ ഏജൻസികളെ മാറ്റിയത് ഗ്രാമപഞ്ചായത്തുകൾക്ക് കൂടി കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്ന രീതിയിൽ അത് ചെയ്യുന്നത് ഏറ്റവും ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഇവിടെ ന്യൂനപക്ഷ ക്ഷേമത്തെ സംബന്ധിച്ച് പറഞ്ഞു. സാർ, ആരാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനാണ് ഉണ്ടാക്കിയത് കേന്ദ്ര ഗവൺമെൻറ്? മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയതാണോ? അല്ല. ഇത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും കേരളത്തിൽ യഥാവിധി നടപ്പാക്കാൻ കഴിയാത്ത കാര്യമായതുകൊണ്ട് ആണ് നമ്മൾ പാലോളി കമ്മിറ്റിനെ വെച്ചത്. അതനുസരിച്ചുള്ള ശുപാർശകൾ നൽകിയത്. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ, നേരത്തെ പറഞ്ഞ മുസ്ലിങ്ങൾ ഒരുപാട് പിന്നോക്കാണ്. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട നിലയിലാണ് എന്ന് ആ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ മറ്റ് സമുദായങ്ങളെക്കാൾ പിന്നോക്കമാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷിതത്വം, വിദ്യാഭ്യാസ ഉദ്യോഗ സംവരണം, തൊഴിൽ സാമ്പത്തിക വളർച്ച, കാര്യപ്രാപ്തി ആർജിക്കൽ, സ്കോളർഷിപ്പ്, പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതിനനുസരിച്ചാണ് വിധവകൾക്കുള്ള ഇമ്പിച്ചിവാവ ഭവന നിർമ്മാണ പുനരുദ്ധാരണ പദ്ധതി, ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ കുടിവെള്ള പദ്ധതി, വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസ് പരിശീലന പരിപാടി, വിവിധ സ്കോളർഷിപ്പുകൾ, വിവാഹപൂർവ്വ കൗൺസിലിംഗ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം, ന്യൂനപക്ഷ യുവജന പരിശീലന പരിപാടികൾ, ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വളരെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മാധ്യമങ്ങൾ അനാവശ്യമായ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു, ISRO കേസിൽ 5 പേർക്കെതിരെ CPI തിരുവനന്തപുരത്ത് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും വലിയ വാർത്തയല്ല. CBI കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു സാർ അന്ന് പത്രക്കാരുണ്ടാക്കിയിരുന്നത്? ISRO കേസുമായി മറിയം റഷീദ, ആ മാലിയിൽ നിന്ന് വന്ന സ്ത്രീ അനുഭവിക്കാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച്. അതുപോലെ തന്നെ ഫൗസിയ ഹസൻ, എന്താ ഉണ്ടായത് നമുക്ക് നേട്ടം? മാലിയിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുമായിരുന്നു ഇവിടെ. ഇപ്പോൾ ആരും തിരുവനന്തപുരത്ത് നോക്കിയാൽ കാണൂല. ആ ഒരു ഗുണമാണ് കിട്ടിയത്. ഇതുപോലെ തന്നെ നമ്പി നാരായണനും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആണ് ഇവിടെ ചെയ്തത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല സാറ്. ഒറ്റ കാര്യം, ഞാൻ എന്നെ വാടക എടുത്തതാണ് എന്ന് ഇവിടുന്ന് ആരോ പറഞ്ഞു. മഞ്ചനാകുയിലിനെ വാടക എടുത്തതിനും ആരാ പറയട്ടെ? അത് ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഉണ്ടല്ലോ സ്പീക്കർ 10 മിനിറ്റ് വോട്ടിങ്ങിന് ബെല്ലടിച്ചൊരു കാലം ഉണ്ടായിരുന്നു.
പിന്നെ ഈ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഇപ്പോൾ സ്പീക്കർ കാസ്റ്റിംഗ് വോട്ടിൽ നിന്നൊരു കാലഘട്ടത്തിൽ അന്ന് മംഗലാംകുവിൽ കേക്ക് ചെയ്ത പോലൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ. എന്നിട്ട് കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്നിട്ട് വേറൊരാളെ കൊണ്ടുവന്നിട്ട് രാജിവെപ്പിച്ചിട്ടാണ് പിന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അയാളുടെ സ്ഥിതി എന്താണെന്നിപ്പോൾ ദൈവത്തിന് മാത്രമേ അറിയൂ. സ്വന്തം പേർക്ക് തീ വെച്ചിട്ട് വരെ അയാൾ എവിടെ ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് അങ്ങനെ കാത്തു നിൽക്കണ്ട. അത് അത് നിങ്ങൾ മഞ്ഞളാങ്കുവല്ലേ നോക്കിയാൽ ഇന്നെ നോക്കണ്ട എന്ന് മാത്രം. അതിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞതെന്ന് അറിയോ? പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞത് ഇത് വലിയൊരു സാമുദായിക സംഘർഷം ഉണ്ടാക്കുന്ന, മലപ്പുറം ജില്ലയിൽ 32 സ്കൂൾ കൊടുത്തപ്പോഴും ഇത് വലിയ സാമുദായിക അസന്തുലിതമാണ്, ഇത് ഇപ്പോൾ തന്നെ ചെയ്യണമെന്നാണ് ചോദിച്ചത്. അയാൾ കൂടാതെ ഏതായാലും ഒരു കാര്യമുണ്ട്, മലപ്പുറം ജില്ലയിൽ സ്കൂൾ കോളേജ് കൊടുക്കണം, പ്ലസ് 2 കൊടുക്കണം എന്ന് കോൺഗ്രസ്സുകാർ കൊണ്ട് പറയിപ്പിച്ചു ഈ കാര്യം എന്നുള്ള ഒരു നേട്ടം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി പിന്തുണച്ചു.